ഡാൻ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചില മുന്നൊരുക്കങ്ങൾ UDF നടത്തിയിരുന്നല്ലോ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി. അവിടെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 2020യുമായി BJP കൈകോർക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ. അതായത് BJPയുടെ ഈ വൈരുദ്ധ്യമായ നിലപാട്, വ്യത്യസ്തമായ നിലപാട്, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഒരു നിലപാട് സ്വീകരിക്കും, മണിപ്പൂരിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കും, കേരളത്തിലേക്ക് വരുമ്പോൾ ഭവന സന്ദർശനങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കും. അത് കൂടുതൽ അനുകൂലമാക്കാൻ UDF ശ്രമിച്ചിരുന്നു, സഭയുടെ പിന്തുണ തേടിയിരുന്നു, അസംഘടിതമായ വിഭാഗങ്ങളെ അടക്കം ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്നു. ഇതെല്ലാം ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നതാണ് ഉറ്റുനോക്കുന്നത്. അത് തീർച്ചയായും UDFന് അനുകൂലമായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇടതു മുന്നണിക്ക് കൃത്യമായ വോട്ടുറപ്പിക്കാൻ ഈ ക്രിസ്ത്യൻ ബെൽറ്റുകളെ സാധിച്ചുവെങ്കിൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന. ഡാൻ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ UDFിൽ നിന്ന് അകലം പാലിച്ചു തുടങ്ങിയ ക്രൈസ്തവ സഭകൾ 2016 ആയപ്പോഴേക്കും കേരള കോൺഗ്രസ് മധ്യ കേരളത്തിൽ UDFുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് LDF പാളയത്തിലേക്ക് ചേക്കേറിയതോടെയാണ് 2016 നടന്ന തെരഞ്ഞെടുപ്പിലും 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മധ്യ കേരളത്തിൽ കോൺഗ്രസ് ക്യാമ്പിന് അല്ലെങ്കിൽ UDFന് വലിയ തരത്തിലുള്ള തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിന് ഇത്തവണ പരിഹാരമുണ്ടാക്കണമെന്ന കൃത്യമായ ഒരു പ്ലാനിംഗ് ഈ തെരഞ്ഞെടുപ്പിനും ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ക്രൈസ്തവ സഭകളെ കോൺഗ്രസ് പാളയത്തോട് ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K. സുധാകരന് പകരക്കാരനായി ക്രൈസ്തവ സഭകളുടെ പ്രത്യേകിച്ച് സിറോ മലബാർ സഭകളുടെ കൃത്യമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിലേക്ക് ഒരുപാട് എതിർപ്പുകൾക്ക് നടുവിൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ടായത്. അവിടെ നിന്നങ്ങോട്ട് ഈ അസംഘടിതരായ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് മുഖ്യധാര ക്രൈസ്തവ സഭകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന സിറോ മലബാർ സഭയും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും ഒക്കെ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് CSI സഭ ഉൾപ്പെടെയുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ, അതോടൊപ്പം പെന്തക്കോസ്ത് മിഷണറിമാർ, പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരുപാട് അസംഘടിതരായ ക്രൈസ്തവ കൂട്ടായ്മകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്, 14 ജില്ലകളിലുമുണ്ട്. അവരെ കൃത്യമായി തെരഞ്ഞു പിടിച്ച് അവരെ ഒരു ഓർഗനൈസ്ഡ് സ്വഭാവത്തിലേക്ക്, ഒരു രാഷ്ട്രീയമായി നിലപാടെടുക്കുന്ന ദിശയിലേക്ക് ഈ സ്വതന്ത്ര സംവിധാനങ്ങളെ കൊണ്ടുവരുന്നതിൽ UDF ഏറെക്കുറെ വിജയിച്ചു എന്ന് വേണം പറയാൻ. അവിടെയാണ് ഛത്തീസ്ഗഡിൽ അടക്കമുണ്ടായ ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ വലിയ തരത്തിൽ ചർച്ചയാക്കി മാറ്റിക്കൊണ്ട് ദേശീയ തലത്തിൽ അതൊരു പാർലമെന്റിൽ അടക്കം ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ക്രൈസ്തവ സഭകൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് UDF തന്നെയാണ് അന്നും ഇന്നും എന്നും എന്ന ഒരു പ്രതീതി പ്രചാരണ രംഗത്ത് സൃഷ്ടിക്കാൻ കോൺഗ്രസ് ക്യാമ്പിന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം FCR നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സഭാപിതാക്കന്മാർ മുമ്പോട്ട് വെച്ച ആശങ്ക തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കാപ്പുറത്ത് UDFന് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമായി ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിന്റെ പ്രതിഫലനം മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും അതോടൊപ്പം എറണാകുളത്തും തൃശൂരും അലയടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. BJP നേരത്തെ മുതൽ, അതായത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സഭാപിതാക്കന്മാർക്ക് അത്താഴ വിരുന്നടക്കം ഒരുക്കിക്കൊണ്ട് വലിയ തരത്തിൽ ക്രൈസ്തവ സഭാ സമൂഹത്തെ BJP പാളയത്തോട് ചേർത്ത് നിർത്താനുള്ള നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായെങ്കിലും ആ നീക്കങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയാണ് BJPയുടേത്, അല്ലെങ്കിൽ ഒരു തല്ലിയും തലോടിയുമുള്ള നയമാണ് BJPയുടേത്. അതിനൊപ്പം നിൽക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം ഈ തെരഞ്ഞെടുപ്പിൽ പോയി. അതിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതിന്റെ പ്രതിഫലനമാണ് PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും വാക്കുകളിലൂടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉണ്ടായതെന്നും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കണക്കുകൂട്ടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.